So good morning all of you. So as we all know, this is the fourth year this NEP has been implemented, that is National Education Policy. So this National Education Policy was implemented in the year 2020 and this 2024, this is the fourth year. So we are observing the fourth anniversary of this NEP 2020. Okay, so as a part of this week, 1 week we are observing as what Shiksha Saptah, that is Education Week. So as a part of this, already we have started. This is the day 6, and in this day 6, we are the main thing is to start eco club in all the schools. In our school already we are having eco club, and as a part of this eco club, we have to do plantation drive. Okay, and we know that we are facing the problem we face is the environmental problem and the climate problem. So as a part of this, we have to plant trees. Okay, and for mother earth. Okay, to protect our earth, we have to plant trees. So as a part of this, we have planned, or the government has initiated to 35 parents. 35 parents, along parents means mother and child. They have to together plant this tree. Okay, no. So that strengthen the bond. Mother child means that bond is that strong bond. So when together they will bond, no, together they will plant. So that bond will be strengthened, and that the healing you will be having to the same earth also, mother earth. Okay, thank you. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ രാവിലെ ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇന്നലെ വളരെ ഷോർട്ട് ടൈമിൽ തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് രാവിലെ തന്നെ ഇവിടെ എത്തിയ എല്ലാ പാരൻസിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മാഡം പറഞ്ഞതുപോലെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. ഇന്ന് 6th ഡേ ആണ്. നമ്മൾ മൺഡേ മുതൽ ഓരോ ആക്ടിവിറ്റീസും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൺഡേ, ട്യൂസ്ഡേ, ഇപ്പോൾ അങ്ങനെ മൺഡേ സ്പോർട്സ് ഡേ, സ്കിൽ ഡേ, കൾച്ചറൽ ഡേ, നമുക്ക് ഓരോ ദിവസത്തേക്കും ഓരോ ഡേ ആയിട്ട് അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് എക്കോ ക്ലബിൻ്റെ ഡേ ആണ്. പ്ലാന്റ് ഫോർ മദർ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റിയെടുക്കുക. പിന്നെ പുതിയ പ്ലാന്റേഷനിലൂടെ ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5 കോടി പ്ലാന്റ്സ് ഇന്ന് പ്ലാന്റ് ചെയ്യാനാണ്. അപ്പോൾ ഓരോ സ്കൂളിലും തന്നിരിക്കുന്നത് 35 പ്ലാന്റ്സിൻ്റെ പ്ലാന്റേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 35 പാരൻസിനെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ പിന്നെ അതിൻ്റെ കൂടെ ഈ അമ്മയും മകളും കൂടി നിൽക്കുമ്പോൾ അമ്മയും മകനും കൂടി നിന്നിട്ടുള്ള പ്ലാന്റേഷൻ അപ്പോൾ ആ ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുക. ആ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ കൂടെ സമൂഹത്തിനോടുള്ള ഒരു ബോണ്ടും കൂടി കമ്മിറ്റ്മെൻറ്റും കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഇതൊക്കെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കമ്മ്യൂണിറ്റിയിൽ എത്തിക്കുക. അതിനാണ് പാരൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാൻഡ് ഫങ്ഷൻ ഇത്രയും ചുരുങ്ങിയ സമയത്തിലാണെങ്കിലും നിങ്ങൾ സഹകരിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരോ ബാനറിലും ഓരോ കുട്ടിയുടെ പേരും അമ്മയുടെ പേരും എഴുതിയിട്ടുണ്ട്. പരമാവധി അവർ തന്നെ അത് പരിപാലിക്കുക. പിന്നെ ഓരോ ഇടയ്ക്കും പോയിട്ട് നിന്നതിന് ശേഷം നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ പിന്നീട് എടുക്കാം. താങ്ക് യു.
തലമുറയ്ക്ക് മരങ്ങളോടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നതിന് നട്ടു വളർത്തുന്നതിനുള്ള ഒരു എൻകറേജ്മെൻറ്റാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ചടങ്ങാണ്. ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി ഒരു പേരൻ്റ് എന്ന നിലയിൽ ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും. സാറിൻ്റെ പേര്? ജോർജ്. ഓക്കെ. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം എൻവയോൺമെൻറ്റ് ഡേ സംബന്ധിച്ച് നടത്തിയതിന് ടീച്ചേഴ്സിനും ഇതിന് വേണ്ടിയിട്ടെല്ലാം വന്ന പേരൻസിനും വളരെയധികം നന്ദി. മോളെന്ത് പറയുന്നു? പേര് പറഞ്ഞിട്ട് ക്ലാസ്സും പറഞ്ഞിട്ട്. ക്ലാസ് 6th B. ഇവിടെ കുറച്ച് സമയം കൊണ്ട് എല്ലാവരുടെ കുറച്ച് പേരുടെ പേരൻസിനെ ഒക്കെ വിളിച്ചിട്ട് ഒരു പ്ലാന്റ്സിൻ്റെ ഒക്കെ നടന്നുണ്ടല്ലേ? മോള് നടന്നുണ്ടോ? ഓക്കെ. ഇനി ആരാ പറയുന്നത്? ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പറയായിരിക്കും. മോനും കൂടെ ജോയിൻ ചെയ്യും. ഒരു ഫീഡ്ബാക്ക്. എൻ്റെ മമ്മിയും ഏതെങ്കിലും ഒന്ന് മതി. വാ